അതെനിക്ക് എനിക്ക് പണി കിട്ടിയതാ അത്. സംഭവം എന്ന് പറഞ്ഞാൽ എക്സാം മാറിപ്പോയി. എക്സാം ഡേറ്റ് മാറിപ്പോയി എനിക്ക്. എടാ നീ തോറ്റിട്ട് എങ്ങനെയും പാസ്സാവായിരിക്കുന്നവനാ. അപ്പൊ നിന്റെ ലക്ഷ്യം ഡേറ്റ് ആയിരിക്കണം. അല്ലാതെ അന്നുണ്ടല്ലോ പുണ്യാണോ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ അവിടുത്തെ ജംഗ്ഷനിൽ നിൽക്കുക. അവിടെ നിൽക്കാൻ നേരത്ത് നമ്മുടെ +2 യൂണിഫോം ഇട്ട് എടുക്കാൻ പോകുന്നു. ഇവനെപ്പോഴാ പോകുന്നത്? ഇവനെന്തിനാ പോകുന്നത്? എന്റെ മനസ്സിൽ അന്ന് എക്സാം ഒന്നും ഇല്ല, അവധി ദിവസമാ. ഞാൻ ആൻഡ്രോടെ നീ ഇവിടെ പോകുന്നത് ഇംഗ്ലീഷ് എക്സാം. അവിടെ ജസ്റ്റ് ബാക്കിൽ തന്നെ അവിടെ പേന എടുത്തിട്ട് ഞാൻ ഓടി. എന്നിട്ട് പെട്ടെന്ന് ഓടിക്കന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു ആയില്ല പറ്റില്ല. എക്സാം അല്ലേ, 2 ദിവസം കൊണ്ട് പഠിക്കാൻ. കുഴപ്പമില്ല, നോക്കാവുന്ന. 9:30 എക്സാം തുടങ്ങുക. 9 മണിയായപ്പോ 9:10 എന്റെ അടുത്ത് പറയാ, പീട്ടറെ എനിക്കൊന്നും അറിയത്തില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ പറയാ, എടാ മിസ്സുമാർ 2 കൊല്ലം പഠിപ്പിച്ച ഇംഗ്ലീഷ് ഞാൻ നിനക്ക് അരമണിക്കൂർ പഠിപ്പിച്ചു തരണോ? നീ എന്തുവാണ് ഈ ചോദ്യം? നീ എടുത്ത് ഇംഗ്ലീഷ് ബുക്ക് എടുത്ത് പറയാ, അത് കുഴപ്പമില്ലടാ, ഈ സ്റ്റോറി ടെല്ലിംഗ് ഇല്ലേ, ഇത് എനിക്ക് ബ്രീഫായിട്ട് പെട്ടെന്ന് ഈ കഥ എന്താന്ന് പറഞ്ഞേ, ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇതാ അച്ഛൻ്റെ അമ്മയുടെ കഥയാണ്, ഇങ്ങനെ പോകുന്ന കഥയാണ്, ഇതെന്താ ഇത് ടീച്ചർ വിട്ടത്. ഓക്കെ, ഇംഗ്ലീഷ് ആയത് കൊണ്ട് പാസ്സായി. വല്ല എക്കണോമിക്സോ എല്ലാം ഉറങ്ങിയാനെ നീ. എന്റെ രാജിക്കത്ത് വിടുവോ? അടുത്ത വർഷം വിട്ടായിരുന്നെങ്കിൽ പോവായിരുന്നു. അടുത്ത വർഷം കാണാം. അയ്യോ, എന്നാ പിന്നുണ്ടല്ലോ.